ഹായ് സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും പോപ്കോൺ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പോപ്കോൺ എങ്ങനെയാണ് പോപ്കോണായിട്ട് മാറുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന് പിന്നിലുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആ ഒരു പോപ്കോൺ ആകുന്നതിന് തൊട്ട് മുമ്പ് നമ്മളതിന് വിളിക്കുന്ന പേര് കേണൽ എന്നാണ്. അപ്പോൾ ഈ ഒരു കേണലിൻ്റെ ഉള്ളിൽ ചെറിയൊരു ജലാംശമുണ്ടാവും. ആ ജലാംശത്തിൻ്റെ ചുറ്റുമായിട്ട് സ്റ്റാർച്ചും ഇങ്ങനെ വലയം ചെയ്തിട്ടുണ്ടാവും. സ്റ്റാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അന്നജം. അപ്പോൾ അതിങ്ങനെ വലയം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതിലിങ്ങനെ ഹൈ പ്രഷർ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ആ ഒരു സ്റ്റാർച്ചിൻ്റെ വലയം പൊട്ടി അതിനുള്ളിലുള്ള ഒരു ജലാംശം നീരാവിയായിട്ട് പോകുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ അതിന് ചുറ്റും വലയം ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റാർച്ചാണ് പിന്നീട് ഇത്രയും മൃദുവായിട്ടുള്ള ഒരു പോപ്കോണായിട്ട് പിന്നീട് മാറുന്നത്. ഇതിലെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ചോളത്തിനെയും നമുക്കിങ്ങനെ പോപ്കോൺ ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. നമുക്ക് എല്ലാത്തിനെയും അങ്ങനെ മാറ്റാനായിട്ട് പറ്റില്ല. ഒരു പ്രത്യേകതരം ചോളത്തിനെ, അതിൻ്റെ പേര് സിയാമേസ് എവേർട്ട എന്നാണ്. അപ്പോൾ ഈ ഒരു സിയാമേസ് എവേർട്ട എന്ന് പറയുന്ന ആ ഒരു ചോളത്തിനെ മാത്രമാണ് നമുക്കിങ്ങനെ പോപ്കോൺ ആക്കി മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഒരു പോപ്കോൺ ഏത് ചോളത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല എങ്ങനെയാണ് ഒരു പോപ്കോണായിട്ട് മാറുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പോപ്കോണൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.